Hello guys, welcome to DC Tech. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെ റെഡ് കളറിൽ നമുക്ക് കാണാം. അതിൽ സബ്സ്ക്രൈബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഗൈസ്, സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് വരും. ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ, അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ഈ ന്യൂ ജനറേഷൻ കൂടുതലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് വഴിയാണ് എല്ലാവരും കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങാറുള്ളത്. അതെന്താ വെച്ചാൽ നല്ല നല്ല നമുക്ക് ഹൈ പ്രൈസിലുള്ള സാധനങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ ഹൈ പ്രൈസ് ആയി കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ലോ പ്രൈസ് ആയിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് വഴി കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഐറ്റം, ഫാഷൻ അങ്ങനത്തെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതലും റീറ്റെയിൽ ഷോപ്പിൽ പോയി വാങ്ങുന്നത് നല്ലത്. കാരണം കുറച്ച് സാധനങ്ങൾ നമ്മൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് വാങ്ങേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ വാങ്ങിയേ പറ്റുള്ളൂ. ചില ഈ ഇലക്ട്രോണിക് ഐറ്റംസ് കാറ്റഗറി, അങ്ങനത്തെ കാറ്റഗറി ഒക്കെ വരുമ്പോൾ കൂടുതലും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കൂടുതൽ നോക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കാരണമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഫോണിൻ്റെ കാറ്റഗറി വരട്ടെ. ഫോണിൻ്റെ കാറ്റഗറി എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പണ്ടൊക്കെ ഒരു ഇന്ത്യയിലൊരു ഫോൺ ഇറങ്ങി വെച്ചാൽ, ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് വെച്ചാൽ കേരളത്തിലേക്ക് വന്ന് നമ്മുടെ അടുത്തുള്ള ഷോപ്പിലേക്ക് വന്ന് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും അതിൻ്റെ ചില പുതിയ മോഡൽ തന്നെ വന്നിട്ടുണ്ടാവും. അതാണ് പണ്ടത്തെ. പക്ഷെ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു ഇന്ത്യയിലൊരു ഫോൺ ലോഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഓൺലൈൻ സൈറ്റ് വഴി നമുക്ക് വാങ്ങാം. നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയും. അതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻസ്. ഇപ്പോൾ ന്യൂ ടെക്നോളജി ഫോണുകൾക്ക് നമുക്ക് അപ്പം തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമാണ് ഈ ഓൺലൈൻ സൈറ്റ് വഴി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല പ്രൈസ് റേഞ്ച് ലോ ആയിട്ടും ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈൻ സൈറ്റ് വഴി കിട്ടുന്നുണ്ട്. ഹൈ ഫാസ്റ്റ് ഡെലിവറിയുമാണ് ഈ ഓൺലൈൻ സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ കുറേ ഓൺലൈൻ സൈറ്റുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ രണ്ട് ഫേമസ് സൈറ്റാണ് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. എല്ലാവർക്കും അറിയുന്ന സൈറ്റാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്. ഈ ശരിക്കും ആമസോൺ, ഫ്ലിപ്കാർട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ ഡൊമിനേറ്റ് ചെയ്യണമെന്ന് തന്നെ പറയാം. ഒരു മോണോപോളി പവറാണ് ഈ രണ്ടുപേരും. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും ഈ രണ്ടുപേരും കോമ്പറ്റേറ്റ് ചെയ്യാൻ അവർ ആരുമില്ല. ഈ രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും അവരിൻ്റെ എല്ലാ രീതിയും ഒരേപോലെയാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ സെയിൽസ് ഇറക്കിയപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽസ് കൊണ്ടുവന്നു. അതുപോലെ ആമസോണിൻ്റെ പ്രൈം ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ പ്ലസ് ആണ്. അങ്ങനെ രണ്ടുപേരും ഒരു ഐഡിയ കൊണ്ടുവരുമ്പോൾ മറ്റേ ആൾ അതേ ഐഡിയ ഡിഫറെൻറ്റ് രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ രണ്ടുപേരും ഒരേപോലെയാണ് ഫോൺ. അതുകൊണ്ട് രണ്ടുപേരും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും രണ്ടുപേരിൻ്റെയും ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഓൺലൈൻ സൈറ്റിനും അതിനെ കോമ്പറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം. മിന്ത്ര പോലത്തെ സൈറ്റുകളൊക്കെ മുമ്പ് ഫേമസ് ആയിരുന്നു. പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും ഡൊമിനേഷൻ കാരണം ആ സൈറ്റുകളൊക്കെ ഇപ്പോൾ ആരും തന്നെ അധികം യൂസ് ചെയ്യാത്ത രീതിയിലായി. ആമസോണും ഫ്ലിപ്കാർട്ടും അല്ലാണ്ട് തന്നെ ഷോപ്പ് ക്ലൂസ്, ബാങ്ക് ഗുഡ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഓൺലൈൻ സൈറ്റുകൾ നമുക്ക് നിറയെ അവൈലബിൾ ഉണ്ട്. പക്ഷേ അതൊന്നും ഈ ആമസോണും ഫ്ലിപ്കാർട്ടിനെയും പോലെ അത്ര ഫേമസ് അല്ല. അങ്ങനെ ഫ്ലിപ്കാർട്ട്, ആമസോണും അല്ലാത്ത കുറച്ച് അതിൻ്റെ താഴെയുള്ള കുറേ ഓൺലൈൻ സൈറ്റുകൾ ഉണ്ട് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാണ് പേടിഎം മോൾ. പേടിഎം മോളിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ന്യൂസ് പേപ്പറിലും ടി വിയിലൊക്കെ പേടിഎം മോളിൻ്റെ ആഡ്സ് വരാറുണ്ട്, നല്ല പ്രൊമോഷനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പേടിഎം മോളിനെ വിശ്വസിക്കാൻ പറ്റുമോ, ആ പ്രോഡക്റ്റ് നല്ലതാണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ തന്നെ കുറേ പേര് കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സിലും കുറേ പേര് കണ്ട്. കുറേ പേർക്കും പേടിഎം മോൾ നല്ലതാണോ, അത് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നല്ലതാണോ എന്ന് കുറേ പേരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്ക് പേടിഎം മോൾ നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ തീരുമാനിക്കണം, ഞാനല്ല പറയണ്ട. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇൻഫോർമേഷനായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ കുറേ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പേടിഎം മോളിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒരു ഗെയിം പാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മുമ്പ് റിവ്യൂ ഇട്ടിട്ടുണ്ട്. പഴയ വീഡിയോസ് പോയി ചെക്ക് ചെയ്താൽ നമുക്ക് കാണാം. അത് ഞാൻ പേടിഎം മോളിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഈ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ഞാൻ പേടിഎം മോളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. കുറേ പ്രൊഡക്റ്റ് ചാർജസ് ഒക്കെ കുറേ പ്രൊഡക്റ്റ് ഞാൻ പേടിഎം മോളിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പേടിഎം മോളിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അതിൻ്റെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ആണ് ഗൈസ്. ക്യാഷ് ബാക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് ആദ്യം എന്താണെന്ന് പറഞ്ഞുതരാം. ക്യാഷ് ബാക്ക് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു 300-400 പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഒരു 100 rupees ക്യാഷ് ബാക്ക് ഉണ്ടെന്ന് അവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യണം.
അപ്പോൾ അതാണ് നല്ലത് ശരിക്കും Paytm മോളിൽ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് ഷിപ്പായത് നമുക്ക് ആ ക്യാഷ് ബാക്ക് എത്രയോ പറഞ്ഞു ₹100 നമ്മുടെ Paytm വാളറ്റിലേക്ക് റീഫണ്ട് ആവും. നമുക്ക് അതൊരു ഓഫറാണ്, നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ആ പൈസ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ആ കാര്യത്തിൽ ശരിക്കും Paytm മോളാണ് ഹൈയസ്റ്റ്. കാരണം നല്ല നല്ല ക്യാഷ് ബാക്ക് ഓഫേഴ്സ് Paytm മോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിറയെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ എന്താണ്, പക്ഷെ അതിൻ്റെ ഒരു കളിയുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ 300-400 ക്യാഷ് ബാക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഒത്തിരി ക്യാഷ് ബാക്ക് തരുന്നുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് കാര്യമായിട്ട് ആ പ്രൊഡക്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ചെക്ക് ചെയ്താൽ അതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് ശരിക്കും ഒറിജിനൽ പ്രൈസും അതിൻ്റെ ക്യാഷ് ബാക്കും ഉണ്ട്. ആ ഒറിജിനൽ പ്രൈസ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കുറവായിരിക്കും, അതിൻ്റെ ക്യാഷ് ബാക്ക് ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഓഫേഴ്സേ കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ Paytm മോളിൽ 400 ഐറ്റം ഒരു ₹150 ഓഫർ എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ അതേ പ്രോഡക്റ്റ് നോക്കുമ്പോൾ അതിന് 300 ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ 400 ₹100 കൂടുതലാണ്. പക്ഷെ ഒരു 150 ക്യാഷ് ബാക്ക് വെച്ചാൽ 250 വരുള്ളൂ. ഫ്ലിപ്കാർട്ടിലേക്കാളും ഒരു ₹50 കുറവുള്ളൂ. പക്ഷെ നമ്മൾ കാണും ₹150 കുറവുള്ള പോലെ തോന്നി നിൽക്കും. പക്ഷെ എന്നാലും ഓഫർ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഹെവി ആയിട്ടുള്ള ഓഫർ അങ്ങനെ അത് അവൻ്റെ ട്രിക്കാണ്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ പോലും നല്ല നല്ല ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അവർ നന്നായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് Paytm മോൾ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ആ ക്യാഷ് ബാക്ക് ഓഫറിനെ കണക്ക് കൂട്ടാം. അതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിന് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചാൽ അത് ഔട്ട് ഫോർ ഡെലിവറി കൊണ്ട് നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് പിന്നെ ആ ദിവസം എപ്പോൾ വരും, എവിടെ വരും എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. വീട്ടിലിപ്പോൾ ആരുമില്ല എന്നൊക്കെയാണ് വെച്ചാൽ ആ പ്രൊഡക്റ്റിന് വേണ്ടി നമ്മുടെ സമയം ചിലവാക്കി അതിൻ്റെ കോളിനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ Paytm മോളിൽ അതൊരു നല്ല കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രൊഡക്റ്റ് ഔട്ട് ഫോർ ഡെലിവറി ആയ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ Paytm മോളിൻ്റെയോ Paytm ആപ്പിൻ്റെയോ ഉള്ളിലൊന്ന് കയറിയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ട്രാക്കിംഗ് ഒന്ന് നോക്കി വെച്ചാൽ ഔട്ട് ഫോർ ഡെലിവറിൻ്റെ താഴെ തന്നെ ആരാ നമുക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത് അവൻ്റെ ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ അവന് കോൾ ചെയ്തിട്ട് എപ്പോൾ വരും, എവിടെ വരും, കറക്റ്റായി നമുക്ക് ഡീറ്റെയിൽസ് കറക്റ്റായി ചോദിക്കാൻ പറ്റും. അതുവരെ എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. Paytm മോളിൽ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഫ്ലിപ്കാർട്ട് ആമസോണിൽ നല്ല വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നൽകുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടാത്ത ചില ബ്രാൻഡ്സ് ഒക്കെ നമുക്ക് Paytm മോളിൽ കിട്ടും. ചിലപ്പോൾ അത് കുറച്ച് അറിയപ്പെടാത്ത ബ്രാൻഡ് ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു സാധനം വേണം എന്ന് കുറച്ച് ലോക്കലായിട്ട് കുറച്ച് പ്രൈസ് റേഞ്ച് കുറവുള്ളവർക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങാൻ Paytm മോളിൽ കിട്ടും. പിന്നെ ഇനിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ 24 hours സപ്പോർട്ട് ഉണ്ടെന്ന് അവർ പറയുന്നത്. 24 hours സപ്പോർട്ട് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിൻ്റെ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ചാറ്റ് സിസ്റ്റം, ഇമെയിൽ സിസ്റ്റം, കോൾ സിസ്റ്റം എന്നിങ്ങനെ മൂന്നെങ്ങനെയുണ്ട്. ചാറ്റ് സിസ്റ്റം, ഇമെയിൽ സിസ്റ്റം വളരെ സ്ലോ ആണ്. അപ്പോൾ നമുക്ക് കാര്യം അറിയണം വെച്ചാൽ അതിനകത്ത് മെസ്സേജ് അയച്ചാൽ കുറച്ച് മെല്ലെ സ്ലോ ആയിട്ട് അതിന് റിപ്ലൈ വരാറുള്ളൂ. പക്ഷേ കോൾ സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആണ്. കോൾ സിസ്റ്റം ആണ് അവനെ വിളിച്ച് കാര്യമായിട്ട് ചോദിച്ചെല്ലാം തീരുമാനിക്കുന്നത്. നമുക്ക് മലയാളം പ്രൊവൈഡ് അല്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം അത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് 24 hours നമുക്ക് എന്ത് പ്രോബ്ലം സൊല്യൂഷൻ ആണെങ്കിലും അതിന് പറഞ്ഞുതരും. Paytm മോൾ നല്ലതാണോ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം ഇത്ര അഡ്വാൻറ്റേജസ് ഉള്ള പോലെ തന്നെ അതിന് നിറയെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എനിക്ക് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് തോന്നി. കാരണം ഇപ്പം നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് പോയിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഏതെല്ലാണെങ്കിൽ ശരി, നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് നേരെ കണ്ടതും അതിൻ്റെ നമ്മൾ ചന്തം നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈൽ നോക്കിയിട്ടോ വാങ്ങുമെങ്കിലും പോലും മെയിനായിട്ട് നമ്മൾ നോക്കാറുള്ള യൂസേഴ്സിൻ്റെ റിവ്യൂ ആണ്. അതിന് എത്ര റിവ്യൂ 4 ഉണ്ടോ, 4 എബോ ആണോ, 4.6 ആണോ, 4.6 4.7 ഒക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ആ നല്ല പ്രൊഡക്റ്റാണ് വാങ്ങാൻ നിൽക്കും. അതുപോലെ 3 അതിൻ്റെ താഴെയൊക്കെയാണ് നമ്മൾ ഒരിക്കലും വാങ്ങില്ല. അപ്പോൾ യൂസേഴ്സിൻ്റെ കമൻറ്റ്, എന്തൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ശരിക്കും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കൂടുതലും പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. ഈ Paytm മോളിൽ വലിയ ഡിഫക്റ്റ് പറഞ്ഞാൽ അങ്ങനെ റിവ്യൂ സിസ്റ്റം, ഈ യൂസേഴ്സ് റിവ്യൂ സിസ്റ്റമേ ഇല്ല. അതാണ് ഏറ്റവും വലിയ ഡിഫക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ യൂസേഴ്സിൻ്റെ റിവ്യൂ നമുക്ക് അറിയാനും പറ്റില്ല. അവർ മുമ്പ് വാങ്ങിച്ചവൻ്റെ എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്നുള്ള അവൻ്റെ ഒരു കമൻസും ഇല്ല, അവൻ്റെ ഒരു റിവ്യൂ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതൊരു വലിയൊരു ഡിഫക്റ്റാണ്. കാരണം അതിന് റിവ്യൂ സിസ്റ്റം ഉണ്ട് വെച്ച് നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി നന്നായി അറിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് നല്ലതാണോ മോശമാണോ അറിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ റിവ്യൂ സിസ്റ്റം ഇല്ലാത്ത കാരണം നമുക്ക് ശരിക്കും അതിനൊരു വിശ്വസ്തത തന്നെ ഇല്ലാണ്ടാവുകയാണ്. കൂടുതൽ ആൾക്കാരും റിവ്യൂ സിസ്റ്റം ഇല്ല, ഇതിനെപ്പറ്റി അറിയാണ്ട് എങ്ങനെ വാങ്ങിക്കും പറഞ്ഞ പേടി എല്ലാവരും മനസ്സിലുണ്ട്. അത് ശരിക്കും ഇതിൻ്റെ ഒരു വലിയൊരു ഡിഫക്റ്റാണ് പറയുക. അപ്പോൾ വലിയൊരു ഡിഫക്റ്റാണ്. ഫ്യൂച്ചറിൽ ഇനി Paytm അതിൻ്റെ റിവ്യൂ സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ Paytm മോളും കുറച്ച്
ഫേമസ് ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ റിവ്യൂ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി ആ സെല്ലറിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഡിഫക്റ്റ് പ്രോഡക്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഡിഫക്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ. പക്ഷേ മെയിൻ അതിനൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡിഫക്റ്റ് പ്രോഡക്റ്റ് വന്നാലും വേഗം തന്നെ നമുക്കത് റിട്ടേൺ അയക്കാം. റിട്ടേൺ അയച്ചു വെച്ച് Paytm മോള് റിട്ടേൺ അയച്ചു എന്ന് കണ്ടുവെച്ച് വേഗം അവർ റീഫണ്ട് തരും. ഈ സെല്ലറാണ് കുറച്ച് മോശമെങ്കിൽ പോലും Paytm മോളുകാർ ഒന്നും അത്ര മോശമല്ല. അവർ റിട്ടേൺ അയച്ചു വെച്ചാൽ വേഗം തന്നെ നമുക്ക് റീഫണ്ട് തരും. അപ്പോൾ ഈ ബാഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അത് കൂടുതൽ Paytm മോൾ ശ്രദ്ധിക്കുന്നുണ്ട്. സെല്ലറിന് കറക്റ്റായി ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡിഫക്റ്റ് പ്രോഡക്റ്റ് ഇല്ലാണ്ടാക്കാൻ കൂടുതൽ നല്ല എന്തെങ്കിലും ചെയ്തു വെച്ചാൽ നന്നായിട്ടുണ്ടാകും. പക്ഷേ ഡിഫക്റ്റ് പ്രോഡക്റ്റ് വരുന്നുണ്ട്, അതില്ല ഞാൻ പറയുന്നില്ല. പക്ഷേ റിട്ടേൺ തരുന്നുണ്ട്. പക്ഷെ റിട്ടേൺ ചെയ്യാൻ അതിനും കുറച്ച് മെനക്കെടണ്ടേ, അത് മെയിൻ ഒരു പ്രശ്നമാണ്. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ്. ചിലപ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന ഉറപ്പില്ല. റിവ്യൂ സ്വിച്ച് എല്ലാത്തിനും പ്രശ്നം ഈ റിവ്യൂ സ്വിച്ച്. നമുക്ക് റിവ്യൂ സ്വിച്ച് ഉണ്ടെങ്കിൽ 3-5 ആൾക്കാരുടെ റിവ്യൂ പറഞ്ഞിട്ട് വാങ്ങിക്കും. ഇപ്പോൾ ക്വാളിറ്റിനെ പറ്റി നമുക്കൊന്നും തിരിച്ചറിയില്ല. ഞാനിപ്പോൾ Paytm മോളിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പേരൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കി ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ആ പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അവിടുത്തെ റേറ്റ് നോക്കിയിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ ക്വാളിറ്റിനെ പറ്റി അറിയാൻ നല്ല പ്രശ്നമാണ്. അതുപോലെ ഡെലിവറി കുറച്ച് സ്ലോ ആണെന്ന് ഞാൻ പറയാം. ഡെലിവറി എനിക്ക് കുറച്ച് ഡെലിവറിയൊക്കെ ഇത്തിരി സമയം എടുക്കാറുണ്ട്. എന്നാലും വരും, എന്നാലും ഇത്തിരി സമയം ചിലപ്പോൾ എനിക്ക് സമയം എടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു 4-5 days 6 daysനുള്ളിൽ വരും. ഇടയ്ക്കാണ് ചില പ്രോഡക്റ്റ്സ് ആണ് സെല്ലറിൻ്റെ ഡിഫക്റ്റ് മൂലം ഒരുപാട് വൈകുന്നത്. 7-8 ദിവസമൊക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്. പാക്കേജിങ് പറഞ്ഞാൽ എനിക്ക് പാക്കേജിങ് മാത്രം Paytm മോളുടെ അത്ര ഇഷ്ടമില്ല. കാരണം കുറച്ച് പാക്കേജിങ് വളരെ ഒരു ആവറേജ് പാക്കേജിങ്ങേ ഉള്ളൂ. ഫ്ലിപ്കാർട്ട് പോലെയൊന്നും കുറച്ച് നല്ല പാക്കേജിംഗ് ഒന്നും ഇല്ല. കുറച്ച് പാക്കേജിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ടുണ്ടാകും. കുറച്ച് സെല്ലേഴ്സ് വളരെ കുറച്ച് ചില പ്രോഡക്റ്റ്സ് ഒക്കെ മോശമായിട്ട് പാക്കേജിങ്ങിൽ വരുന്നത്. പക്ഷെ അങ്ങനെ പാക്കേജിങ് ഡിഫക്റ്റ് ആയിട്ട് അങ്ങനെ പാക്കേജിങ് കാരണം ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റായി വന്നിട്ടില്ല. അവിടെ നിന്ന് മാനുഫാക്ചർ അല്ലെങ്കിൽ അവിടെ നിന്ന് അയച്ചു വിടുന്ന ഡിഫക്റ്റ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ പാക്കേജിങ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ആദ്യം ഞാൻ എന്ത് ടോപ്പിക്ക് Paytm മോൾ നല്ലതാണോ മോശമാണോ, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അത് നല്ലതാണോന്നും മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു അനുഭവം പ്രകാരം ഞാൻ പറയുകയാണ് എന്താ വെച്ചാൽ, കൂടുതലും കുറച്ച് ലോ ബഡ്ജറ്റ് സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ 1000 rupees അതിന് താഴെ അങ്ങനെ കുറച്ച് ലോ ബഡ്ജറ്റ് സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് Paytm മോളിൽ നിന്ന് വാങ്ങിക്കാം. കാരണം നമുക്ക് നഷ്ടമായിട്ടൊന്നും വരില്ല. ഇപ്പം ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ റിട്ടേൺ കിട്ടും, വേഗം റിട്ടേൺ കിട്ടും. പക്ഷേ ഹൈ ബജറ്റിങ്ങിന് കമ്പ്യൂട്ടർ, TV അങ്ങനത്തെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ Paytm മോളിൽ നിന്ന് സജസ്റ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ റിസ്ക് പ്രകാരം വാങ്ങിക്കാം. പിന്നെ ഡിഫക്റ്റ് വന്നിട്ട് പിന്നെ ഒന്നും പറയാനില്ല. അവർക്ക് റിട്ടേൺ കൊടുത്ത് അതിൻ്റെ പിന്നാലെ പോകാൻ ഹൈ പ്രൈസ് റേഞ്ചുമാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ ലോ ബഡ്ജറ്റ് സാധനമാണെങ്കിൽ നമുക്ക് റിസ്ക് എടുത്ത് വാങ്ങിക്കാം. വലിയ പ്രൈസ് ഒന്നും പോകുമൊന്നുമില്ല. പോയാലും വേഗം നമുക്ക് റിട്ടേൺ ഒക്കെ വേഗം കിട്ടും. അപ്പോൾ കുറച്ച് പൈസയാണ് നമുക്ക് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ലോ ബഡ്ജറ്റ് സാധനങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ആയിട്ട് ഇപ്പോൾ ഇയർഫോൺ, ചാർജർ അങ്ങനത്തെ സാധനങ്ങൾ ഞാനും ഇയർഫോൺ, ചാർജറൊക്കെ നല്ല ലോ പ്രൈസിൽ തന്നെ 100 rupees ബിലോയിൽ പോലും വാങ്ങിച്ചിട്ടുണ്ട്. ഒരുവിധം ആവറേജ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. പ്രൈസ് റേഞ്ച് ബേസ്ഡ് ആയിട്ട് നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഞാൻ കുറേ പ്രോഡക്റ്റ് അങ്ങനെ പ്രൈസ് റേഞ്ച് പ്രകാരം നല്ല പ്രോഡക്റ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നല്ല ക്യാഷ് ബാക്സും കിട്ടുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം. പുതിയതായി ചേരുന്നവർക്ക് നല്ല ക്യാഷ് ബാക്സ് നന്നായി കിട്ടുന്നുണ്ട്. ഞാൻ കുറേ വാങ്ങിച്ച കാര്യം എനിക്കിപ്പോൾ ക്യാഷ് ബാക്ക് ഇത്തിരി കുറവാണെങ്കിലും പുതിയ യൂസേഴ്സിന് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ KYC ആധാർ വഴി ലിങ്ക് ചെയ്യണം. KYC പിന്നെ ആധാർ വഴി ലിങ്ക് ചെയ്യേണ്ട പരിപാടി, അത് നമ്മൾ Paytm KYC ലിങ്ക് ചെയ്യണം. അതിപ്പോൾ ഒരു ടെമ്പററി സ്റ്റോപ്പ് ചെയ്തിരിക്കണം, അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അതിനെപ്പറ്റി കൂടുതലായി അറിയുള്ള. അപ്പോൾ നിങ്ങൾ Paytm KYC ചെയ്യാൻ പറ്റില്ല എന്ന് അവനൊന്ന് കോൾ ചെയ്ത് ചോദിക്കുക. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ Paytm KYC ചെയ്യുന്ന അടുത്തുള്ള സ്റ്റോറുകളുണ്ട്. ഇപ്പോൾ കൂടുതൽ ഞങ്ങളുടെ മെയിൻ സിറ്റിയിൽ, ടൗണിലോ അടുത്തുള്ള സ്റ്റോറുകളിൽ KYC ചെയ്ത് തരും. ആധാർ കൊണ്ട് പോയ KYC ചെയ്ത്, അങ്ങനെ KYC കൊണ്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്യാഷ് ബാക്സ് ഒക്കെ കിട്ടും. അപ്പോൾ Paytm മോളിനെ പറ്റി പറഞ്ഞാൽ മോശമെന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. ഒരു ആവറേജ് ഓൺലൈൻ സൈറ്റാണ്. പക്ഷേ ക്യാഷ് ബാക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് Paytm മോളാണ്. റിവ്യൂ സിസ്റ്റമാണ് ഏറ്റവും മോശമായിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ റിവ്യൂ സിസ്റ്റം നോക്കാത്ത കാര്യമാണ് കൂടുതൽ അത് ഫേമസ് ആവാത്ത കാരണം അതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ Paytm മോളിനെ Paytm മോളിൽ നിന്ന് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ലോ ബഡ്ജറ്റ് സാധനങ്ങൾ ഉറപ്പായും വാങ്ങിക്കാം. അതിന് ഡിഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. ചിലപ്പോൾ കമ്പനി നമുക്ക് അറിയാം, ചിലപ്പോൾ ഡിഫക്റ്റ് ഉണ്ട് വെച്ചാൽ നമുക്ക് റിട്ടേണും കിട്ടും, ഒരു പ്രശ്നവുമില്ല. ഇതാണ് നമ്മൾ ഇട്ട വീഡിയോ. എന്താ പറയുക വെച്ചാൽ വേറെ ഒന്നും പറയാനുള്ളതല്ല. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയായിട്ടും സബ്സ്ക്രൈബ് കുറവാണ്. ഞാൻ നല്ല വീഡിയോ ഇടാൻ നോക്കാം. ഇപ്പോൾ 2-3 ദിവസം വൈകുണ്ട് ഓരോ വീഡിയോ വരാൻ. കുറച്ച് ഇത്തിരി തിരക്കായിരുന്നു, അതാണ് 3 ദിവസം വൈകിന്. മാക്സിമം വീഡിയോസൊക്കെ ഞാൻ വേഗം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നല്ല ടോപ്പിക്സ് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.